കർണാടക ഹാസനിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് അവിടെ കൃഷിയിടത്തിൽ അടിമവേല എന്നുള്ളതാണ്. 18 പേരെയാണ് അവിടെ നിന്ന് കർണാടക പോലീസ് രക്ഷപ്പെടുത്തിയത്. ഇതിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. പുത്തിക സ്വദേശി ഉദയൻ. കർണാടക പോലീസും റവന്യൂ വിഭാഗവും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഭക്ഷണമില്ല, ശുണ്ഠി പണിക്കുന്നിട്ട് കൊണ്ടുപോയത്. അവിടെ പോയിട്ട് നമുക്ക് ശമ്പളം കൊടുത്തില്ല, ഭക്ഷണമില്ല. ഞാൻ 1 വർഷം എടുത്തു. പിന്നെ 1 വർഷം ശുണ്ഠി ഇഞ്ചിൻ്റെ പണിയെടുത്തു. അതിൽ 3 വർഷം പണിയെടുത്തവരുണ്ട്, 4 വർഷം പണിയെടുത്തവരുണ്ട്. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഉച്ചക്ക് അത് ഉണ്ടാകില്ല. കുടിക്കാൻ എന്തൊരു സൗകര്യമില്ല. ആരോഗ്യം ഒരു ഫോണും നമുക്ക് തരില്ല, സംസാരിക്കാൻ ഫോണും തരില്ല. ഞങ്ങൾക്ക് രാവിലെ ഒരു ഷെഡുണ്ട്, അതിൽ കൂട്ടിയിട്ട് അവർ പോകും. പ്രദീപ് നാരായണനാണ് വിവരങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നത്. പ്രദീപ്, ഇതെങ്ങനെയാണ് ഇവർ ഈ കൃഷിയിടത്തിൽ എത്തപ്പെട്ടത്? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട്? അതായത് തൊഴിലന്വേഷകരെ തേടി ആളുകൾ എത്തുന്നു. തൊഴിൽ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ദിവസക്കൂലി ഇത്ര തരാം, താമസം ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്നത്. ഇവിടെ ഉദയകുമാർ പറയുന്നതനുസരിച്ച് 1 വർഷം മുൻപാണ് ഉദയകുമാർ ഈ ഒരു തോട്ടത്തിലേക്ക് പണിക്കായി എത്തുന്നത്. ഉദയകുമാർ മംഗലാപുരത്തു നിന്നാണ് ഈ തൊഴിലുടമകൾക്കൊപ്പം പോയത്. നാഗരാജ്, മോഹനേഷ് എന്നീ 2 പേരാണ് ഉദയകുമാറിനെയും ഒപ്പം മറ്റ് 4 പേരെയും മംഗലാപുരത്ത് നിന്ന് 1 വർഷം മുൻപ് ഈ പറയുന്ന ഹാസൻ ജില്ലയിലെ ചട്ടനഹള്ളി എന്ന് പറയുന്ന ഇഞ്ചിത്തോട്ടത്തിലേക്ക് എത്തിച്ചത്. ഇവരോട് പറഞ്ഞത് പക്ഷേ കാപ്പിത്തോട്ടത്തിലാണ് ജോലി, ദിവസക്കൂലി 700 രൂപ, ഭക്ഷണം താമസം എന്നിവ സൗജന്യമാണ് എന്നതൊക്കെയാണ് പറഞ്ഞതെങ്കിലും പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. ഇഞ്ചിത്തോട്ടത്തിലായിരുന്നു ജോലി. പക്ഷേ ജോലി ചെയ്യുന്നത് മാത്രമല്ല, ജോലിക്ക് കൂലിയില്ല. ഭക്ഷണം തോന്നിയ സമയത്താണ് നൽകുന്നത്. ഒരുപക്ഷെ രാവിലെ 6 മണിക്ക് ഭക്ഷണം നൽകിയാൽ വൈകുന്നേരം 7 മണിക്കായിരിക്കും അടുത്ത ഭക്ഷണം ലഭിക്കുക. ഉച്ച സമയത്തൊന്നും ഭക്ഷണമില്ല, കുടിവെള്ളമില്ല. ഇവരെ താമസിപ്പിക്കുന്നത് 18 പേരെയും ഒറ്റ ഷെഡിൽ താമസിപ്പിക്കുന്നു. ഒറ്റ ഷെഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മുറിയാണ് എന്നാണ് ഉദയകുമാർ നമ്മോട് പറഞ്ഞത്. ഇവിടെ താമസിപ്പിക്കുമ്പോൾ പുറത്തു നിന്നും പൂട്ടി തൊഴിലുടമകൾ മടങ്ങിപ്പോകുന്നു. പുറത്ത് കാവലിന് ആളെ നിർത്തുന്നു. ആരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഫോണില്ല. ഇങ്ങനെയുള്ള വലിയ പ്രശ്നത്തിലൂടെ ആയിരുന്നു ഉദയകുമാർ 1 വർഷം കടന്നുപോയത്. ഉദയകുമാർ പറയുന്നത് പ്രകാരം അവിടെ 3-4 വർഷമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ 18 പേര് എന്ന് പറയുമ്പോൾ അതിൽ 2 പേർ ഉദയകുമാറിനെ കൂടാതെ കൊല്ലം സ്വദേശിയായ ഒരു അനിൽകുമാർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഉദയൻ പറയുന്നത്. അദ്ദേഹവും ഈ കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. കർണാടക പോലീസും അവിടുത്തെ റവന്യൂ വകുപ്പും ചേർന്നുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ തൊഴിലാളികളെ പുറത്തെത്തിച്ചത്. 1 മാസം മുൻപാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് അവിടെ ഒരു ഷെൽട്ടർ ഹോമിൽ താമസിപ്പിച്ച ശേഷം ഉദയകുമാർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. അത് ഈ വിവരം പുറത്തു വരാനുള്ളൊരു കാരണം അവിടെ നിന്നും തന്ത്രപരമായി രക്ഷപ്പെട്ട ഒരു തൊഴിലാളി അവരുടെ അമ്മയോട് കാര്യങ്ങൾ പറയുന്നു. അമ്മ ഹാസൻ പോലീസിനെ ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നു. ഹാസൻ പോലീസ് രഹസ്യമായി ഈ സ്ഥലം സന്ദർശിക്കുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് റവന്യൂ വകുപ്പുമായി ചേർന്നൊരു ഓപ്പറേഷൻ നടത്തുന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായും മനുഷ്യത്വരഹിതമായ തൊഴിലാളി വിരുദ്ധമായ ഒരു പ്രവണതയാണ് ഈ കർണാടകയിലെ ഈ ഇഞ്ചിത്തോട്ടത്തിൽ നടത്തിയതെന്ന് പറയുന്നു. കൂടാതെ വലിയൊരു ഇഞ്ചിത്തോട്ടം, അതിന് നടുക്കൊരു ഷെഡ്, അങ്ങോട്ടേക്ക് ആർക്കും എത്താൻ പറ്റുന്നില്ല. ആരെങ്കിലും അവിടുന്ന് ഒളിച്ചു കടക്കാൻ ശ്രമിച്ചാൽ പക്ഷേ അവരെ പിടികൂടുന്ന ഒരു സാഹചര്യം, ഗുണ്ടകൾ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. തീർത്തും നരകതുല്യമായ ഒരു തൊഴിൽ മേഖലയായി ഈ കർണാടകയിലെ തോട്ടങ്ങൾ മാറുന്നു എന്നാണ് ഉദയകുമാറിന്റെ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത്. കടുത്ത പീഡനം അവിടെ ഏറ്റിരുന്നു എന്നും ഉദയകുമാർ പറയുന്നുണ്ട്. ഉന്മേഷ്. പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.